എന്തൊരു പനിയായത്, ചൂട് എന്റെ മേത്തോട്ടടിക്കുന്നു. ഇത് വൈറൽ ഫീവർ ഒന്നുമല്ല, എന്തോ കണ്ട് പേടിച്ചതാ. കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കണ്ടോ? അതൊന്നും പറയാതിരിക്കാ ഭേദം. ഇതിന് മരുന്നിന്റെ ആവശ്യമില്ല, ഒന്ന് ഉറങ്ങി മാറും. എന്ന പോലെ ഉറക്കൂടിയും കൊടുത്തൂടെ? ഞാൻ എഴുതിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് പടിക്കൽ വെച്ച് DGP ദാരുണമായി കൊല്ലപ്പെട്ടു. വളരെ കുറച്ചു നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇദ്ദേഹം DGP ആയി സ്ഥാനമേറ്റിട്ട്. ഈ കൊലപാതകത്തിന് പിന്നിൽ നക്സലൈറ്റുകളാണോ തീവ്രവാദികളാണോ അതോ ഗാങ്സ്റ്റേഴ്സ് ആണോ എന്ന് പോലീസ് വീണ്ടും സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. ബാബുജി, നമ്മുടെ സമയം നല്ലതാ. നമ്മുടെ എടുത്തിയാട്ടത്തിന് നീ ഞങ്ങളുടെ കൊച്ചിനെ പ്രേമിക്കാറായടാന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ ഉണ്ട നമ്മുടെ നെഞ്ചത്ത് കയറി. ഏതുണ്ടേ? താൻ തന്നെ പണി നോക്കൂ. ഞങ്ങൾ പല ഉണ്ടയുടെയും കാര്യം പറയും. താൻ എന്തിനാ അറിയുന്നത്? താൻ പോളൂ. ചേട്ടാ, കാലത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എന്തോ ഒരു ഫീവർ. എല്ലാം നീ തന്നെ ഉണ്ടാക്കി വെച്ചതാ. ഞാൻ എന്ത് ചെയ്തു? നീ ഒറ്റ ഒരുത്തി. മനസ്സിലായി. ആരോടും ഒന്നും പറയണ്ടാന്ന്. നീ അകത്ത് പോകച്ചേ. ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട. നിന്റെ പറത്തിൽ അവനെ കിടപ്പ് കിടത്തിയത്. അല്ലെങ്കിൽ തന്നെ പനി കാരണം അവനെ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. എന്താ കാര്യമായിട്ട് പറയാൻ? ചെല്ല്. നോക്ക് വല്ലിച്ച, ഇന്ന് വളരെ നല്ല ദിവസാ. അതിന് ഞാൻ തലേ കുത്തി നിൽക്കണോ? വല്ലിച്ച. ചേട്ടാ, എനിക്ക് ഒരാളെ ഒരുപാട് ഇഷ്ടമാണ്. നന്നായി, വളരെ നന്നായി. ആങ്ങളെ ഇവിടെ തലപൊങ്ങാതെ കിടക്കുമ്പോഴാ അനീതയുടെ പ്രേമസല്ലാപം. വല്ലിച്ച, ഞാൻ ആരെ സ്നേഹിക്കുന്നറിഞ്ഞ ഏട്ടന് വളരെ സന്തോഷം. അവൻ കാരണ വെട്ടിയിട്ട പോലെ കിടക്കുന്ന. ചേട്ടാ, ഞാൻ സ്നേഹിക്കുന്നയാൾ ചേട്ടന്റെ വലിയ ഫാനാ. ആ ചെറിയല്ലേ കൊച്ചെ, അവൻ ആകാശത്തിന് വെയിന്റ് അടിക്കുന്നവൻ. അവനെ സൂക്ഷിച്ചാൽ നിനക്ക് നല്ലത്. വല്ലിച്ച, നിങ്ങൾക്ക് ചെറിയ തുടക്കം മുതലേ ഇഷ്ടമല്ല. അവൻ എന്തെങ്കിലും പറഞ്ഞ ചേട്ടന് ദേഷ്യം വരൂട്ടോ. എന്റെ പൊന്നുമനെ ബാബുജി, ഇവിടെ നിന്നെ കുറയ്ക്ക് കൊടുക്കൂടാ. നീ അകത്ത് പടി. വല്ലിച്ച. ചേട്ടാ, ചേട്ടനെ കാണാൻ ചെറിയ വന്നിട്ടുണ്ട്. എന്താ സാറിത്? പുലി പോലെ നിന്ന സാറ് ഹെലി പോലെ ആയല്ലോ. കഴിഞ്ഞ ദിവസം കാണാൻ പാടില്ലാത്ത ചില കാഴ്ചകൾ അവൻ കണ്ടു. അങ്ങനെ പേടിച്ചതാ. എന്താ കണ്ടത്? DGP ആയി സ്ഥാനമേറ്റിട്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ അത് കൊള്ളാം. ഒരാളോട് പനി പിടിച്ച് കിടക്കുമ്പോഴാ ഇതുപോലുള്ള ക്രൈം ന്യൂസ് ഒക്കെ. നിങ്ങൾ കണ്ട സംഭവം ഇതുപോലത്തെ മർഡർ ഒന്നും അല്ലല്ലോ. ഞങ്ങൾ ഇതിനെ അതൊക്കെ കാണുന്നേ. ഒന്നും കാണുക വേണ്ട, ഒന്നും അറിയത്തുമില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഞങ്ങൾ അറിയേണ്ട കാര്യമുണ്ടോ? ശരി, അത് വിട്. സാർ, മഞ്ജു, മറ്റേ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കുട്ടിക്കാലം മുതലേ മഞ്ജു ആഗ്രഹിച്ചതൊക്കെ ഏട്ടൻ സമ്മാനിക്കാറുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്നെയും സമ്മാനിച്ചൂടെ? നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഞാൻ എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങൾക്ക് സമ്മതമാ, എല്ലാവർക്കും സമ്മതമാ. സമ്മതിച്ചേക്ക് ബാബുജി, സമ്മതിച്ചേക്ക്. സാർ പുലി തന്നെയാണ് സാർ. താങ്ക് യു. താങ്ക്സ് പറയേണ്ടത് എനിക്കാ. എന്തിനാ? നിങ്ങൾ അടുക്കാൻ കാരണം ആരാ? ഞാൻ ഇവന്റെ പെങ്ങളെ ഇഷ്ടപ്പെട്ട് പെണ്ണ് കാണാൻ പോയത് കൊണ്ടും അന്ന് ഞാൻ ബാബുജിയെ അറിയാമെന്ന് പറഞ്ഞതിന് പരിഹാരമായി ഞങ്ങളുടെ ചെറിയ ഇങ്ങോട്ട് കൂട്ടി. മതിയാക്കൂടെ തന്നെ വളിച്ച പഴംപുരാണമൊക്കെ. നടക്കാനുള്ളതെല്ലാം നടന്നു കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ നിക്കുന്നേ? ചെല്ല്. സാർ, സാറ് സമ്മതിച്ച മഞ്ജുനെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി എല്ലാരും പരിചയപ്പെടുത്തായിരുന്നു. ഇനി പ്രത്യേകിച്ച് എന്തിനാ ഒരു സമ്മതം? വിളിച്ചോണ്ട് പോ. സാറ് ഒരു പുലിയാ. അനിയാ, ദൈവത്തോർത്ത് ഉപദ്രവിക്കരുതേ. ഒന്ന് വിളിച്ചോണ്ട് പോ. വാ മഞ്ജു. ജിലേബി. എന്താ സാർ വിളിച്ചായിരുന്നു? ആ മോനെ ചെറിയ, നീ എവിടെ കൊണ്ട് പോക്കോ. നിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് നിന്റെ ജിലേബി മാമനെ. മപ്പായിട്ടൊരു ശാപ്പാട് കൊടുത്തങ്ങ് വിട്ടേക്കാം. ഓക്കെ സാർ. അമ്മാവാ, അടിച്ചു പൊളിച്ചിട്ട് വാ. എടോ, ബാബുജിയുടെ പെങ്ങളുടെ കാര്യം തീരുമാനമായി. എന്തായി തന്റെ പെങ്ങളുടെ കാര്യം? നമുക്ക് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചാലോ? ഇങ്ങനെ നോക്കി പേടിപ്പിക്കാണോ? ഇപ്പൊ തന്നേക്കാൾ നിലയും വിലയും എനിക്കാണോ? എന്ത് പറയുന്നു? ഇതിലും വലുതില്ലായിരുന്ന കുറച്ചുകൂടെ വയ്ക്കായിരുന്നല്ലേ? എന്താ ഇത് പോരെ തനിക്ക്? തിന്ന്. ഇത്രയും ഫുഡ് ആരെങ്കിലും കഴിക്കോ? ഈ തടിയം പോലും കഴിക്കില്ല. എന്താ മാഷേ ഇത്? ഇതിന്ന് പകുതി എടുക്കാൻ പറ മാഷേ. ജിലേബി, ഞാൻ വളരെ സ്നേഹത്തോടെ തരുന്ന വിരുന്നാ ഇത്. തരുന്നത് മുഴുവൻ കഴിച്ചോളണം, ഇല്ലെങ്കിൽ കളി മാറും. ഇത്തിരിയെങ്കിലും ബാക്കി വെച്ചാ തന്നെ കൊന്നു കൊല വിളിക്കും ഞാൻ. തിന്നടോ. യോമാർ എനിക്കിട്ട് പണിയാണല്ലോ. എന്നെ ഫുഡ് അടിപ്പിച്ച് കൊല്ലാനുള്ള പരിപാടിയാ. തിന്നാൻ. തിന്നാൻ സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.